മറ്റേ ബബിൾ കാജോനെ രണ്ടു വാക്ക് പറ. എവിടേക്കാ നമ്മള് പോണു? ആ ബീച്ചിലേക്ക്. അങ്ങനെ ഒരു ബീച്ചില് എനിക്കറിയില്ല. യെസ് ബൈ. നീ ഒറ്റക്കാണോ പോണത്? അല്ല, കൊറേ യൂട്യൂബേഴ്സ് ഉണ്ട് കൂടെ. ആണോ? മെയിൻ ആരാ യൂട്യൂബേഴ്സില്? മെയിൻ ആരാ? അല്ല, ഞാനാ. അത് ഞാനാണ്. ബൈ. ബീച്ചിൽ അകത്തുനിന്ന് പോയാണ്ട് ഇപ്പൊ ഇവിടെ ഇരുന്നിട്ട് പോ. അപ്പോൾ നമ്മളിന്ന് കോട്ടപ്പുറം ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ എന്താ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഫ്രെയിം എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫുൾ ഔട്ട്ഫിറ്റ് വേണമെങ്കിൽ കണ്ടു. ഔട്ട്ഫിറ്റ് ചെക്ക്. ആ ടീഷർട്ട് കടകൾ മാത്രം സ്റ്റുഡിയോ ഗൈസ്, സ്റ്റുഡിയോ സെയിൽ. ഗൈസ്, കുളിക്കാത്ത നന്ദു വരെ വെള്ളത്തിലിറങ്ങിയിരിക്കുകയാണ്. അയ്യോ, നനഞ്ഞു നനഞ്ഞു ഒക്കെ നനഞ്ഞു. കാറിന്റെ മുകളിലിരുത്തും. അയ്യോ, എടാ നിന്റെ കടലമ്മ കള്ളത്തി മാച്ചു നോക്ക് നീ. എന്താണ് പറയാന്നുള്ളത്? അന്നൊക്കെ അറിയിട്ടില്ല. മുകളില എവിടെ? മുകളില് ഇത് നോക്കൊരു സാധനം നോക്ക്. സാധനം നോക്ക്. ഇതെന്തത്? അല്ല, എന്താ ജീൻസ് നനഞ്ഞു. ഒരു പ്രാണീനെ കാണിച്ചേരട്ടെ. പ്രാണിയോ? അത് പ്രാണിയല്ല. അത് ഇതാണ്, ചെല്ലാണ് പേട്ട. ഒരു പ്രാണി പോണോക്കിട്ടാ. കണ്ട 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 തിന്നു ആൾക്കാർ വറുത്തിനുള്ള സാധനം. അതാ ഞാൻ ചോദിച്ചത്. എന്താ സാധനം? കണ്ട 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 നല്ല വലുതുണ്ടാവും. ഉത്തരം പോകുന്ന സാധനം കണ്ട ഗൈസ്. നിങ്ങൾക്ക് ഈ സാധനത്തിന്റെ പേര് അറിയാം കമന്റിലോ. പേര് പറയൂ. ഷെൽവിൻ. നീ ആ സാധനത്തിന്റെ കളഞ്ഞാ? എന്താ അമ്മമ്മേനെ കൊടുന്നാളെ കുഴപ്പം. തീരെ ഇറങ്ങാനും ശ്രമിക്കില്ല, കളിക്കാൻ ശ്രമിക്കില്ല. Q&A പോലെ എന്തെങ്കിലും ചെയ്യാം. എന്തായാലും നമുക്ക് എന്തായാലും നീ ചോദിക്കാം. അപ്പൊ ഞാൻ അങ്ങനെ ആൻസർ പറയാം. നമുക്ക് ഇവിടെ ആരെ ഫസ്റ്റ് ഓടി നോക്കിയല്ലോ. ഓക്കെ അല്ലേ? ഓക്കെ ഗായ്സ്, ഓടി മത്സരത്തിനുണ്ടാവും. ഇത് സ്റ്റാർട്ടിംഗ് പോയിന്റ് ആണ്. അവിടെ ഒരു കാക്കൊക്കെ ഉണ്ടല്ലേ, കാക്ക അവിടെയാണ് നമുക്ക് ഫിനിഷിംഗ് പോയിന്റ് ഉള്ളത്. അപ്പൊ ഓട്ട മത്സരം ആര് ഫസ്റ്റ് നോക്കണത് പറയണ. നീ ജയിക്കോ? ഇല്ല, ദേവുട്ടനെ ഉറപ്പാണോ? നീ ജയിക്കോ? ജയിക്കും. എന്തിനാണ് ഉറപ്പ്? അയ്യോ, അത് നോക്കാം, ശ്രമിക്കാം. നീ ജയിക്കോ? ഞാൻ എന്തായാലും ജയിക്കും. പിന്നെ ജയിക്കും. ലാസ്റ്റ് ഫസ്റ്റ് ഞാനും ജയിക്കും. അയ്യടാ ഗായ്സ്, അപ്പൊ നോക്കാം. സ്റ്റാർട്ട് ചെയ്യണേ. റെഡി, 1 2 3 സ്റ്റാർട്ട്.
മണ്ണ് ഞാനിന്ന് വീണു മൂക്കിന്ന് ചോര വരുത് ഗൈസ്. എന്താന്ന് വെച്ചാ എനിക്ക് എന്താ പറയാണെന്ന് വെച്ചാ ബീച്ചിലോടും എല്ലാവരും നോക്കിയോടും അല്ലെങ്കിൽ ഇതുപോലെ മൂക്കിന്ന് ചോരയൊക്കെ വരും പല്ലൊക്കെ. എന്റെ ഓറൊന്നും മൈനസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും കണ്ടു ഞാൻ വീണത്. എനിക്ക് അതൊരു നാളെ ഗൈസ് ഞാനാണ് ഫസ്റ്റ് ഇട്ടാ. എന്താന്ന് വെച്ചാ ഞാൻ പ്രേമാമൻ ഫസ്റ്റ്, സെക്കൻഡ് ദേവു, തേർഡ് ഞാന്, ഫോർത്ത് അപ്പൂസ്, ഫിഫ്ത്ത് നന്ദോ. ഗൈസ് എന്താന്ന് വെച്ചാല് എല്ലാരും സൂക്ഷിച്ചൊക്കെ ഓട്. അത്ര പറയാം. ചോര വന്നോ? പല്ല ആടുകയാണോ? ഇല്ല, ഇതില് കാണുന്നില്ല, ചെറുതായിട്ട് വരണല്ലോ. ചോര വന്നു. ഗൈസ് നമ്മള് ഇവിടെ വെച്ച് നമ്മള് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. കാരണം പരിക്കോട് കൂടി ഡോക്ടർക്ക് പരിക്കോട് കൂടി നമ്മള് അപ്പൊ നമ്മള് നിർത്തി. ഫസ്റ്റ് ഞാനാണ്, സെക്കൻഡ് ദേവിട്ടെ. അതോടെ പ്രശസ്തി ഇല്ല. അതെ അമ്മയ്ക്ക് മോൾക്ക് വീണോ മരിക്കാൻ കിടക്കുമ്പോ പരിക്കൊന്നുമില്ല ഇവിടെ. ഞങ്ങൾക്ക് ഇതൊന്നും പരിക്കല്ല. നാളെ ഞാൻ ജോലിക്ക് പോണില്ല. നാളെ ഞാൻ ലീവ് എടുക്കാൻ മടിച്ച് മൊത്തം മുറിവായി. എന്നിട്ട് ഉമ്മക്ക് ഇതൊരു പ്രശ്നമില്ല. സ്കൂളിൽ പോവേ. ഞങ്ങള് ഹോട്ടലിലായിരുന്നു. ഒരിത്തിരി വിശ്വസിക്കാൻ പാടില്ല. ഒരാളവിടെ വീണെടുക്കുമ്പോ ജയിച്ച സന്തോഷം പ്രകടിപ്പിക്കാം. ഞാൻ ജയിച്ചു ഗൈസ്. ഞാനവിടെ മുഖം കുത്തി വീടുകൾ കിടക്കുക. ഞങ്ങള് കണ്ടിട്ടില്ല. ഞങ്ങള് ഞാന് ഫസ്റ്റ് അടിക്കാനുള്ള ഞാൻ ഓടി. നമുക്ക് അത്ലറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാ എങ്ങനെയാന്ന് വെച്ചാ കൂടെ ഉള്ള ആളെയും കൂടെ കൊണ്ടുപോയി ഓടിക്കണം. കൂടുള്ള മറ്റേ ഉരുളക്കിഴങ്ങ് ഉരുണ്ട് പോലെ മെല്ലെ വന്ന് ഉരുണ്ട് വീട് ഞങ്ങള് ഇതൊന്നല്ല പറയാനുള്ളത്. നമുക്ക് ഇപ്പോഴും വീണിട്ട് പറഞ്ഞില്ലത് ആരും ഉന്തിന്നാണ്. നിങ്ങൾക്കറിയാം ആ വീഡിയോ ആ വീഡിയോ കണ്ണാൻ ആരും ഉന്തിയത്. ഇപ്പോഴും ആരും ഉന്തിയത്. സാധനം കൊടുത്തു ഞാൻ എന്തിനാ തേടം ഏതോ അമാനുഷികമായിട്ടുള്ള ശക്തി ഉന്തിന്നാണ് പറയുന്നത്. മാനസിക ശക്തി ദേവട്ടനാണോന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഏറ്റവും ബാക്കിൽ ഉണ്ടായിരുന്നത് അത് ആലോചിക്കണം. ചോരൊന്നും ഇട്ടാ ബ്ലഡ് ചെറുതായിട്ട് വല്ലാടൊന്നുമില്ല. അപ്പൊ നമുക്കിപ്പോ നമ്മൾ ഇതിൽ നിന്ന് എന്താണ് പഠിച്ചത്? എല്ലാവരും ഒരാള് കൊടുക്കുക. അതിന്റെ ഇടയ്ക്കിൽ നമ്മളുടെ നീതുണി ഒന്ന് കാറ്റടിച്ച് അപ്പുറത്തേക്ക് പോയിണ്ടായിരുന്നു. അത് എവിടെയൊന്നും പോയിട്ട് നോക്കിട്ട് വരാം. ഈ ഉരുളക്കിഴങ്ങ് വീണ സ്ഥലമാണ് കാണുന്നത്. ഈ സ്ഥലത്ത് ചവിട്ടിട്ട് ഗൈസ് പാദങ്ങൾ പതിച്ച് എന്റെ കൈ പതിഞ്ഞ മണ്ണാണ്. ഇവിടെ എഴുതിയൊക്കെ ഇവിടെ എഴുതിയൊക്കെ എടുത്ത കുറച്ച് നമുക്ക് കൊണ്ടുവന്റെ ഓർമ്മയ്ക്ക് വേണ്ടി സൂക്ഷിക്കാം. നന്ദു പോയ സ്ഥലം മിന്നൽപുരലിത്തെ അതിര് നന്ദു പോയ സ്ഥലം പോയ നന്ദു പോയ സ്ഥലം. പേടി വേണ്ട, ജാഗ്രത മതി. കായ് വരും നേരാൽ നീ സൂക്ഷിച്ചോ ശംഖ് ഗൈസ്, നീ സൂക്ഷിച്ചോ. ഇല്ലെങ്കിൽ ആ കാക്കയായിട്ട് മടയിട്ട് നീ പറക്കൂടുന്നത്. പിന്നല്ലാണ്ട് ശംഖ് അല്ലാണ്ട് പിന്നെ വലിയ ശല്യ. ഇവര് വിചാരിച്ചു ഞാൻ വീഡിയോ ഒക്കെ അഭിനയിച്ചു വിടതാണ്. ഞാൻ ചത്ത് കിടക്കുമ്പോ വിചാരിക്കും ഈ കുട്ടിക്ക് പണീസിലേക്ക് അഭിനയിച്ചോണ്ടിരിക്കുകയാണ്. നല്ല ആൾക്കാരന്നെ. വേറെ വർഗം കടലത്തെ നന്തോളിനെയാണ് നിങ്ങൾ കാണുന്നത് ഗൈസ്. അല്ലടി ചൊറി, നിന്റെ പോലത്തെ ഒരു വേറൊരു സാധനം. പക്ഷോ ഗൈസ്, അപ്പൊ നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് അവനാന്റെ ഫാമിലിനെ തന്നെ കണ്ടിട്ട് മനസ്സിലായില്ലാന്ന്. ജീവനുണ്ട്, ജീവനുണ്ട്, നോക്ക് ജീവനുണ്ട്. കൊല്ലണ്ടായിനെ, നല്ല ഞണ്ടാണ്.
ഉള്ളന എന്താന്ന് അറിയില്ല, എന്തോ മീനുണ്ട്. തുറന്നു കിട്ടോ വല വീശിട്ടുണ്ട്. കറുത്ത ശംഖുത വേറെ. ഇത് ജീവുള്ള സംഘം, ഇത് ജീവുള്ളതാ. ഇതാ കണ്ട ജീവുണ്ട്. ഹെർമിറ്റ് ക്രാബ്. ഹെർമിറ്റ് ക്രാബ് ആടി, ഇത് കണ്ട. എന്ത് മീനാ? നമുക്ക് ഹെർമിറ്റ് ക്രാബ്, ഹെർമിറ്റ് ക്രാബ്, ഹെർമിറ്റ് ക്രാബ്. ഗയ്സ്, ഹെർമിറ്റ് ക്രാബ്. കുട്ടികളാവുന്നു. എന്ത് വറ്റക്കുട്ടികള്, വറ്റക്കുട്ടികളെ, വറ്റക്കുട്ടികളാണ്. പേട്ടമ്മേ, ഇത് വറ്റക്കുട്ടികളാണ്. ജീവുള്ള മീൻ guys. പിന്നെ ജീവില്ലാത്ത മീൻ കടലിൽ നിന്ന് വരും. എവിടെ 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 ഏതാ പോകുന്നത്? ഇത് മുള്ളനാ. ഇതെന്താ ജെല്ലി ഫിഷാ? കടൽ ഗ്രേപ്സ്. ഇതാ കൂന്തലിന്റെ മുട്ടയോ? ഗൈസ്, ഇതാണ് കൂന്തലിന്റെ മുട്ട. ചൂടു ചവിട്ടി പൊട്ടിക്ക്. വെള്ളം കറുപ്പ് വെള്ളം എന്ന് പറഞ്ഞു നീ? എന്ത് ബ്ലാക്ക് സോയിൽ നോക്കട്ടെ കുറച്ച്. ആയ മുതൽ മേത്ത് മൊത്തം മണ്ണാണ്. എന്നിട്ടാണ് കോടമഞ്ഞോയ്. എന്തായാലും ആറ്റിറ്റ്യൂഡിന് കുറവൊന്നുമില്ല. വീടാനും ആറ്റിറ്റ്യൂഡ് കുറവില്ല. നന്ദു തീർന്നു, നന്ദു തീർന്നു. എന്റെ ടീഷർട്ടിന്റെ ബാക്കിൽ എന്താ എഴുതുന്നത് അറിയോ? എന്താ ഒരു മിനിറ്റ് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ. എന്റെ ടീഷർട്ട് ബാക്കിൽ എന്താ എഴുതിയാലും അറിയോ? സീല എന്തൊരു സാധനം ഫ്രഞ്ചിൽ എന്താ എഴുതിട്ടാ. അതായത് ഞാൻ കടലിനെ അത്രയും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടി. ബോട്ടായി മാറിയിട്ടുണ്ട് ഗൈസ്. ആ ബോട്ട് അവര് കൊണ്ടുപോവാണ് ഗൈസ്. ആ എയറടിച്ച ബോട്ടാണ്. അവര് ഫിഷിങ്ങിന് പോകണം കേട്ടോ. അതില് എന്തെങ്കിലും അവർക്ക് ഞങ്ങൂറ്റം. കായ് Come on, come on. സുഡു, സുഡു, നീ ഇങ്ങനെയാണ് പെരുമാറേണ്ടത്. അവസാനം എടുത്തിട്ട് ഒറ്റ വെള്ളത്തേക്ക്. നീ ഇതൊക്കെ ചെയ്ത് മതി. നീ എന്റെ സ്റ്റെക്ക് ചെയ്ത് നമുക്ക് വ്യൂ ആസ്വദിക്കാം. വീണോട് കൂടി നന്ദുവിന്റെ എല്ലാ കോൺഫിഡൻസും പോയി ഗൈസ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വായിൽ ബ്ലാക്ക് സോയിൽ ഇട്ടാൽ പല്ല് ബ്ലാക്ക് കളർ ആവും. അപ്പൊ ഗൈസ്, അപ്പൊ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവരും എന്താന്ന് വെച്ചാ വായിൽ ബ്ലാക്ക് സോയിൽ. എല്ലാവരും എന്താന്ന് വെച്ചാ കടലിലൊക്കെ വരുമ്പോ ബ്ലാക്ക് സോയിൽ തിന്നാണ്ടിരിക്കല്ലാരും. ഓടുമ്പോഴൊക്കെ നോക്കി ഓടണം. കാരണം മണലാണ്, മൂക്കിലൊക്കെ കയറും, ചോര വരും. അതൊക്കെ പറഞ്ഞത് അമാനുഷിക ശക്തിയാന്നാണ്. ഇപ്പഴും വിശ്വസിച്ചില്ല. അത് തള്ളിട്ടുള്ള തള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കണത്. കുട്ടിയോട് എന്തോ പറയുന്ന നല്ല രസമുണ്ട്. ഏതോ ഒരു സ്ഥലം പോലെ. രാത്രികളിൽ മോനെ അല്ലെങ്കിൽ വൈറസ് ആയിട്ടിരിക്കട്ടോ. പ്രസന്നവദനം റമീനസിന് വയ്യ.
വീഴുന്നതല്ലേ